Namaste. Those who are new here, I'm Dr. Susan Korath, life psychologist and transformation coach. Today, നമ്മൾ നോക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹൗ ടു റിപ്പൽ എ നാർസിസിസ്റ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും നാർസിസിസ്റ്റുകൾ അതുപോലെ തന്നെ പ്രോബ്ലമാറ്റിക് ആയിട്ട് ആളുകൾ നമ്മൾ അകന്നു നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കുറേ ടിപ്സുകളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ. നമുക്കിന്ന് എങ്ങനെയാണ് ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ജലസ് ആയിട്ട് അങ്ങനെയുള്ള ആളുകൾ ചിലർ നമ്മളെ തേടി വന്ന് നമ്മളെ പിടിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം നമ്മുടെ ബൗണ്ടറീസിനെ ബ്രേക്ക് ചെയ്ത് നമ്മളിലേക്ക് വന്ന് നമ്മളെ ഒരു എന്താ പറയുക അവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവന്ന രീതിയിൽ വരുന്ന ആളുകൾ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് റിപ്പൽ ചെയ്യണം. നോ, ദിസ് പേഴ്സൺ ഇസ് നോട്ട് എ റൈറ്റ് പേഴ്സൺ എന്ന് പറയുന്ന ആ ലെവലിലേക്ക് നമ്മളാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം എന്നുള്ളതാണ് നോക്കുന്നത്. ഇത് നമ്മളുടെ തെറാപ്പിയിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബുക്കിനകത്ത് ഇതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ക്വാളിറ്റീസ് ഇതെല്ലാം നമുക്കൊരു മനുഷ്യന് ജീവിക്കുമ്പോൾ വേണ്ടതാണ്. ലൈഫിന്റെ ബ്രില്യൻസ്, നമ്മൾ പറയും അക്കാഡമിക് ബ്രില്യൻസ് നമുക്കുണ്ടായിരിക്കണം. അക്കാഡമിക് ബ്രില്യൻസ് വിൽ ഹെൽപ്പ് യു ടു എൻ്റർ ഇൻ ടു എ ജോബ്. ഈവൻ ജോബിൽ പോലും സക്സസ്ഫുൾ ആകാൻ ഹെൽപ്പ് ചെയ്യൂല. അതിനകത്തേക്ക് പക്ഷേ എൻട്രി വേണമല്ലോ. എൻട്രി ഇല്ലാതെ പിന്നെ നമുക്ക് സക്സസ്സിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു എൻട്രി പോയിന്റിലേക്ക് വരാനായിട്ട് അക്കാഡമിക് ബ്രില്യൻസ് നമ്മളെ സഹായിക്കും. പിന്നെ അക്കാഡമിക്കലി നമ്മൾ അറിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വർക്ക് പ്ലേസിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു വർക്ക് പ്ലേസിനെ മാനേജ് ചെയ്യുക, അതിനകത്തൂടെ ത്രൈവ് ചെയ്ത് മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് ബ്രില്യൻസിലേക്ക് വരുന്നതാണ്. അവിടെ ലൈഫ് ജീവിക്കാനുള്ള കുറേ ടെക്നിക്സും ടൂൾസും നിങ്ങളുടെ ലൈഫ് ലിറ്ററസി ഒക്കെയാണ് നമ്മളെ സഹായിക്കുക. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഈ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ള, നമ്മളെ കൺട്രോൾ ചെയ്യാൻ സാധ്യതയുള്ള, നമ്മളെ ഡിഫീറ്റ് ചെയ്യാൻ സാധ്യത, നമ്മളെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞ് അവരുടെ കീഴെ നമ്മളെ ആക്കാൻ സാധ്യതയുള്ള ആളുകൾ. ഇപ്പം രണ്ട് കൺട്രികൾ നമ്മൾ യുദ്ധം ചെയ്ത് ഒരു കൺട്രിയെ അവരുടെ കീഴിലാക്കുന്നത് പോലെ തന്നെയാണ് രണ്ട് മനുഷ്യർ തമ്മിലുള്ള കാര്യത്തിലും. ഒരാളെ എൻ്റെ അടിയിലാക്കുക, എന്നിട്ട് ഞാൻ അവരെ ഭരിക്കുക എന്നുള്ള രീതിയിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ എങ്ങനെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലാദ്യം നമ്മൾ വരേണ്ട ഒരു കാര്യം, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ ലൈഫ്. ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കുന്നത് മൈ ലൈഫ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി, ഞാനാണത് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഷുഡ് ബി ഐ എം ഇൻ കൺട്രോൾ ഓഫ് മൈ ലൈഫ്. ഈ ലെവലിലേക്ക് നമുക്ക് കയറാൻ പറ്റണം. അതുപോലെ തന്നെ നമ്മളുടെ ഓട്ടോണമി ആൻഡ് ഏജൻസി എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. ഓട്ടോണമി, എനിക്ക് പൂർണ്ണമായിട്ടും എൻ്റെതായ രീതിയിൽ കാര്യങ്ങളെ വിശകലനം ചെയ്ത് എനിക്ക് എൻ്റെ ഡിസിഷൻസ് എടുക്കാനുള്ള കഴിവ്. ഏജൻസി എന്ന് പറയുമ്പോൾ ആ എടുത്ത ഡിസിഷൻസിന് ഏത് സാഹചര്യത്തിലും എൻ്റെ ഒരു ഇൻഡിവിജ്വൽ കൺട്രോൾ, ചാൻസ് കൺട്രോളിനെയും പീപ്പിൾ കൺട്രോളിനെയും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള കഴിവ്. പല ആളുകൾക്കും ചിലപ്പോൾ ഓട്ടോണമി കാണും, ഏജൻസി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ വിക്ടിം ആകാനുള്ള സാധ്യതയുണ്ട്. വെൻ യു ആർ ഹാവിങ് എ ലോ ഏജൻസി, the higher is the chance of you becoming a victim. അതുപോലെ തന്നെ അടുത്തത് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള സെൽഫ് സ്കീമയൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിൽ നോക്കി അനലൈസ് ചെയ്ത് നമ്മളിൽ സെറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്കൊരു പ്രോഗ്രസീവ് സ്കീമയുണ്ട്, റിഗ്രസീവ് സ്കീമയുണ്ട്. അതിനെ നോക്കിയിട്ട് എപ്പോഴും നമ്മുടെ ഒരു സ്കീമാറ്റിക് ഡിസൈൻ, ഒരു സ്കീമ എന്ന് പറയുന്നത്, നമ്മുടെ സെൽഫ് സ്കീമ എന്ന് പറയുന്നത് സെൽഫ് സ്കീമയെ ഒരു പ്രോഗ്രസീവ് മോഡിലേക്ക് കൊണ്ടുവന്ന് നിർത്താനുള്ള നമ്മുടെ കഴിവ്. നിങ്ങൾ പ്രത്യേകിച്ച് ദി തെറാപ്പി വാങ്ങിക്കുമ്പോൾ ഇതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് പറയുന്നുമുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ലൈഫ് ഇൻ്റലിജൻസ്. ഈ ലൈഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇൻ്റലിജൻസിനാണ്. അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഐസ് കോമ്പറ്റൻസ്. അതായത് ഈ ലൈഫ് ഇൻ്റലിജൻസി, ഓട്ടോണമി, ഏജൻസി വരും. അതിനകത്ത് നമ്മൾ ഐസ് കോമ്പറ്റൻസ് എന്ന് പറയുന്നത് അത് ഇൻ്റലക്ച്വൽ, കോഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ കോമ്പറ്റൻസ്. ഇത് വളരെ നല്ല രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയും വേണം. പിന്നെ വരുന്നതാണ് നമ്മുടെ IMMR, മീ മൈസെൽഫ് റേഡിയസ്. അതായത് നമ്മുടെ ഇന്നർ കോറാണ്, എൻ്റെ ഉള്ളിലുള്ള ഇന്നർ കോർ. ആ ഞാനെന്ന് പറയുന്ന എൻ്റെ ഉള്ളിലെ സെൽഫ് എന്ന് പറയുന്ന കോർ അത്രയും സ്ട്രോങ് ആയിരിക്കണം. അതിനകത്ത് നമ്മളുടെ സ്ട്രാറ്റജീസ്, ലൈഫ് സ്ട്രാറ്റജീസ്, നമ്മൾ മുമ്പോട്ട് പോകുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് വളരെ ഹൈ ഫങ്ഷനിങ് ആയിട്ടുള്ള ആട്രിബ്യൂഷൻ ലെൻസ്. ആട്രിബ്യൂഷൻ ലെൻസുകളാണ് നമ്മളെ ഒരു കാര്യത്തെ പെർസെപ്ഷനിലേക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു കാര്യം കണ്ടാൽ, കേട്ടാൽ അതിനെ ഏത് രീതിയിൽ എടുക്കണം, അതുപോലെ നമ്മുടെ സെലക്റ്റീവ് സെൻസറി ഇൻപുട്ട് എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ഹൈ ഫങ്ഷനിങ് ആയിട്ടുള്ള നമ്മുടെ ആട്രിബ്യൂഷൻ ലെൻസ്. ആട്രിബ്യൂഷൻ ലെൻസിന് ഏതെങ്കിലും രീതിയിൽ കേടുപറ്റുകയോ അത് കറക്റ്റായിട്ടല്ലാതെ അത് റോങ് ആയിട്ട് വരികയോ അതിനെ കാലിബ്രേഷൻ ടൈം ടു ടൈം നമ്മൾ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെർസെപ്ഷന് ഭയങ്കരമായിട്ട് ക്ലൗഡഡ് ആകും, കളേർഡ് ആകും. അങ്ങനെ നമുക്ക് പ്രശ്നം വരും. അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ നമുക്ക് വരുന്നതാണ് നമ്മുടെ
ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ് ആയിട്ടുള്ള. ക്രിട്ടിക്കൽ തിങ്കിങ്ങിനകത്ത് മെയിനായിട്ട് നമുക്കറിയാം നമ്മുടെ ആർഗ്യുമെൻറ്റ്സ് എന്ത് വിളിച്ചാലും നമുക്കതിന് അതിൻ്റേതായ റീസൺസും അതിൻ്റേതായ ഏത് പ്രിമൈസസ് എന്ന് വരുന്നു അതെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം നമ്മുടെ ആർഗ്യുമെൻറ്റ്സ് വാലിഡ് ആണോ ട്രൂ ആണോ എന്ന് വെക്കാനായിട്ട്. അതിനകത്ത് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ് പ്രത്യേകമായിട്ട് നമ്മളെല്ലാ ലൈഫ് സിറ്റുവേഷൻസിലും നോക്കും. അതുപോലെ നമുക്ക് വേണ്ടൊരു കാര്യമാണ് നമ്മുടെ ഫേം ആയിട്ടുള്ള ബൗണ്ടറീസ്. അതൊരു ഫങ്ഷണൽ ബൗണ്ടറീസ് ആയിരിക്കണം, അതൊരിക്കലും ഒരു പൊസിഷൻ ബൗണ്ടറീസ് ആയിരിക്കാൻ പാടില്ല. അങ്ങനെ ഫേം ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഫങ്ഷണൽ ബൗണ്ടറീസ് ഉള്ളവരായിരിക്കണം നമ്മൾ. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നോൺ വയലൻറ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. നോൺ വയലൻറ്റ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ നല്ലൊരു ഒബ്സർവർ ആയിരിക്കും, നമുക്ക് കാര്യങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ നീഡുകളെ പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, ആൻഡ് വി ക്യാൻ എക്സ്പ്രസ് അവർ ഫീലിംഗ് ടു. ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ ചെയ്യാൻ നമുക്കറിയായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് പ്രാഗ്മാറ്റിക് എംപതി ഉണ്ടായിരിക്കണം, വളരെ ഫങ്ഷനിങ് ആയിട്ടുള്ള എംപതി. അല്ലെങ്കിൽ പലപ്പോഴും നമുക്കെല്ലാം ഡിസ്ഫങ്ഷനിങ് എംപതിയാണുള്ളത്. നമുക്കൊരു വ്യക്തിയെ, ഒരു സിറ്റുവേഷനെ അതിൻ്റേതായ രീതിയിൽ അവരുടെ സൈഡിൽ നിന്നുകൊണ്ട് കാണാനായിട്ട് പറ്റണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഫ്രീഡം. അത് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ പറയുന്ന ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഫിനാൻഷ്യൽ ഫ്രീഡം, ദാറ്റ് ഈസ് നോട്ട് വാട്ട് യു വാണ്ട്. അൾട്ടിമേറ്റ്ലി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഫ്രീഡം ഇൻ മെൻ്റൽ, സൈക്കോളജിക്കൽ ആൻഡ് ന്യൂറോളജിക്കൽ ഏരിയയിലാണ്. എൻ്റെ മെൻ്റൽ ഏരിയാസിൽ എനിക്ക് നല്ല ഫ്രീഡം ഉണ്ട്, അതിൻ്റെ എല്ലാ ഫങ്ഷൻസും എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും, എൻ്റെ സൈക്കോളജിക്കൽ സിസ്റ്റംസ് എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു, എൻ്റെ ന്യൂറോളജിക്കൽ, എൻ്റെ ന്യൂറൽ കണക്ഷൻസ് ആൻഡ് ന്യൂറൽ ഡിസൈൻ അത് എല്ലാം നല്ല രീതിയിൽ അവിടെ നമ്മുടെ ദ പ്ലാസ്റ്റിസിറ്റി വിച്ച് നമ്മുടെ ബുക്ക് ഓൾവേസ് ഫോക്കസ് ഓൺ പ്ലാസ്റ്റിസിറ്റി ഓഫ് ദ ബ്രെയിൻ. അതിനകത്ത് നമ്മുടെ പുതിയ പുതിയ കാര്യങ്ങളെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നമ്മളെ എപ്പോഴും പ്രോപ്പറായിട്ട് നമ്മളെ ഒരു പ്രോഗ്രസീവ് സെൽഫായിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ഇൻഡിപെൻഡൻസും ഫ്രീഡവും അതിൻ്റെ കഴിവുകളും നമുക്കുണ്ട്. ഇതുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡവും ബാക്കി എല്ലാ സാധനങ്ങളും പുറകെ വരും. പക്ഷെ അല്ലാതെ ഫിനാൻഷ്യൽ ഫ്രീഡം ഉള്ളത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് പറ്റുകയില്ല. ഇനി നിങ്ങൾക്ക് വേണ്ടൊരു കാര്യമാണ് സെൽഫ് ലവ് ആൻഡ് ഡിസിപ്ലിൻ. അതായത് നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹം വേണം, നമ്മളോടൊരു ഡിസിപ്ലിൻ വേണം. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം നമ്മൾ സാധാരണ പറയും നമ്മുടെ ലൈഫിൽ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ എല്ലാവരും വിചാരം ഡിസിപ്ലിൻ രാവിലെ എഴുന്നേറ്റു പിന്നെ അതിനനുസരിച്ച് സിസ്റ്റമാറ്റിക് ചെയ്തു പിന്നെ അങ്ങനെ ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഞാൻ എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടുന്ന എഫേർട്ടുകളും അതിൻ്റെ ഒരു റെഗുലർ ആയിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എൻ്റെ പ്രവർത്തനങ്ങളുമാണ്. ആ രീതിയിൽ എനിക്കൊരു ഡിസിപ്ലിൻ വളരെയേറെ ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ലൈഫ് എവിടേക്ക് പോകുന്നു എന്നുള്ളതിലുള്ള ക്ലാരിറ്റി അപ്പോൾ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ലൈഫ് ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. അടുത്തത് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് ഒരു ലൈഫ് ലിറ്ററസിയാണ്. ലൈഫ് ലിറ്ററസി എന്ന് പറയുന്നത് ജീവിതത്തെ പറ്റി അറിവുണ്ടായിരിക്കുക എന്നുള്ളതാണ്. എല്ലാ മേഖലകളിലും നമുക്ക് അറിവുണ്ടായിരിക്കുന്നത് പോലെ ജീവിക്കുകയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചെടുക്കുന്നത്. അപ്പോൾ ജീവിതത്തെ പറ്റി അറിവുണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ നമ്മൾ ഒരു കാരണവശാലും പുറകോട്ട് പോകാൻ പാടില്ല. ലൈഫ് ലിറ്ററസി നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ ആ ലൈഫ് ലിറ്ററസിയിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വെൻ യു ആർ ഹാവിങ് യുവർ ലൈഫിൻ്റെ വാല്യൂ ദർ ഷുഡ് ബി എ ഹൈ വാല്യൂ ഫോർ എ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് വാല്യൂ ഉണ്ടാക്കുന്നത് അസോസിയേഷൻ എന്നാണ്. സോ ഹൗ ക്യാൻ ക്രിയേറ്റ് ഹൈ വാല്യൂ ബൈ അസോസിയേറ്റിംഗ് വിത്ത് വേരിയസ് തിങ്സ്. അതിനെ ചൂസ് ചെയ്യുക, അതിനെ സെലക്ട് ചെയ്യുക, വാല്യൂ തരാത്തതിനെ എല്ലാം റിമൂവ് ചെയ്യുക. വളരെ വാല്യൂ ക്രിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു ലൈഫായിട്ട് മുമ്പോട്ട് പോകാനൊക്കെ നമുക്ക് പറ്റണം. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും മനസ്സിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അഗതോകാക്ലോജിക്കൽ എന്ന് പറയുന്ന ഒരു വാക്ക്. അതെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് ഈവിൾ ആൻഡ് കൈൻഡ്നെസ് ആണ്. ഒരിക്കലും ഒരാളിൽ ഒന്ന് മാത്രം ഉണ്ടാവില്ല. ഈവിൾ ആൻഡ് കൈൻഡ്നെസ് ഇതിനെ രണ്ടിനെയും ഒരു വ്യക്തിയിൽ കണ്ടുകൊണ്ട് അയാളെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ലൈഫിൽ കണക്ട് ചെയ്യേണ്ടതെന്നും ഡീൽ ചെയ്യേണ്ടതെന്നും മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള നമ്മുടെ കഴിവ് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഈ വാക്ക് നമ്മളെപ്പോഴും ഞാൻ എൻ്റെ ഇപ്പം ക്ലയൻസിനോട് പലരും പറയും ഈ സാധനം ഒന്ന് തലയ്ക്കകത്തൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. കാരണം ഞാൻ ഒരാളെ കാണുമ്പം ഹായ് നല്ല മനുഷ്യൻ, ഹായ് അയ്യോ അതിൽ മോശം മനുഷ്യൻ, ഇങ്ങനെയല്ല നമ്മൾ കാണുക. നമ്മൾ നോക്കുന്നത് രണ്ടിൻ്റെയും ബ്ലെൻഡായ ഈ വ്യക്തി എങ്ങനെയുള്ള ആളാണ്, ഇതിൽ ഏതുമായിട്ടാണ് ഞാൻ കണക്ട് ചെയ്യേണ്ടത്, എവിടേക്കാണ് ഞാൻ സ്റ്റെപ്പ് ചെയ്യാതിരിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ നമ്മളാണ് അതിനെ ബാലൻസ് ചെയ്ത് മാനേജ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് നെവർ ഗിവ് അപ്പ് ഓൺ സെൽഫ്. നമ്മൾ ഒരിക്കലും ഗിവപ്പ് ചെയ്യാൻ പാടില്ല. അതൊരു പ്രോഗ്രസീവായിട്ട് പോകുന്ന രീതിയിൽ നമ്മൾ വരണം. അതിനകത്ത് നമ്മൾ വരേണ്ട ഒരു കാര്യമാണ് balance your internal PHP and external PHP. What is PHP? Peace, happiness and progress. And the internal peace, happiness, progressum and the external peace, happiness, progressum
തമ്മിൽ നല്ല രീതിയിൽ കോംപ്ലിമെൻറ്റിംഗ് ആയിട്ട് ബാലൻസ് ചെയ്യാൻ പോകാനുള്ള കഴിവും നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ജീവിക്കുന്നത് നമ്മുടെ ഡ്രീംസിന് വേണ്ടിയിട്ടായിരിക്കണം, ലൈഫിന് വേണ്ടിയിട്ടായിരിക്കരുത്. നെവർ ലിവ് ഫോർ ലൈഫ്. ഞാൻ ജീവിതത്തിന് വേണ്ടി അങ്ങ് ജീവിക്കുക, അങ്ങനല്ല. ഐ ആം ലിവിങ് ഫോർ മൈ ഡ്രീംസ് ആൻഡ് അല്ലാതെ ഞാൻ ജനിച്ചതുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ളതല്ല. എനിക്ക് എന്താണോ ആ ജീവിതം കൊണ്ട് നേടിയെടുക്കേണ്ടത് അതിലേക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് വേണം. പിന്നെ നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യം, ഓൾവേസ് ഗീവ് ഇമ്പോർട്ടൻസ് ടു സെൽഫ് റെസ്പെക്ട്. സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു സ്ഥലത്തും നമ്മൾ ജീവിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ വർഷിപ്പിംഗ് കൾച്ചറിൽ നിന്ന് നല്ലതുപോലെ മാറണം. പകരം നമ്മൾ പലപ്പോഴും നമുക്ക് കാണാം, നമ്മൾ പലരെയും വർഷിപ്പ് ചെയ്താണ് ജീവിക്കുന്നത്. അത് ഭർത്താവായാലും ശരി, ആരായാലും ശരി, വർഷിപ്പിംഗ് നേച്ചറിൽ നിന്ന് മാറിയിട്ട് വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു റെസ്പെക്റ്റ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമുക്ക് മാറാനും പറ്റണം. നമ്മുടെ സിസ്റ്റം അങ്ങനെയായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു ഡിസിഷൻ മേക്കർ ആയിരിക്കണം. എൻ്റെ ഡിസിഷൻസ് എനിക്ക് എടുക്കാൻ അറിയാം, അങ്ങനെയുള്ള ഒരു ഡിസിഷൻ മേക്കർ ആയിരിക്കണം നമ്മൾ. അതുപോലെ നമ്മളെപ്പോഴും തിങ്ക് ചെയ്യുമ്പോൾ വി ഷുഡ് ബി എ സൊല്യൂഷൻ ഫോക്കസ്ഡ് പോസിബിലിറ്റി തിങ്കർ ആയിരിക്കണം. അല്ലാതെ പ്രോബ്ലം ഫോക്കസ് ഇംപോസിബിലിറ്റി തിങ്കർ ആകാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ വി നീഡ് ടു ലിവ് വിത്ത് പ്രൈഡ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. നല്ല രീതിയിലുള്ള എനിക്ക് നമ്മുടെ ആ ഒരു നമ്മളെപ്പറ്റി നമുക്കൊരു പ്രൈഡ് ഉണ്ടായിരിക്കണം. നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം. ഞാൻ ഉണ്ടാക്കാതെ എന്നിലേക്ക് വന്നു ചേർന്ന എല്ലാത്തിനോടും നമുക്ക് നല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫിന് വേണ്ടത് എന്താണ്? നമ്മൾ നല്ല ക്രിയേറ്റീവ് തിങ്കർ ആയിരിക്കണം, ക്രിട്ടിക്കൽ തിങ്കർ ആയിരിക്കണം, കറേജ് വേണം, നമുക്ക് പേഷ്യൻസ് വേണം, പെർസിവറൻസ് വേണം, അതുപോലെ തന്നെ നമുക്ക് റെസ്പെക്റ്റും ഗ്രാറ്റിറ്റ്യൂഡും വേണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഇതുപോലുള്ള ഒരു മനുഷ്യരും വന്ന് അടുക്കൂല. യു ക്യാൻ റിപ്പൽ ഓൾ ദിസ് പീപ്പിൾ. ആൻഡ് ഇപ്പോൾ ഇത് പറയുകയാണ്, ഇതെല്ലാമാണ് നമ്മുടെ തെറപ്പിയിൽ നമ്മളെല്ലാവരെയും പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് തെറപ്പിയിൽ അവർ വളരെ സ്ട്രോങ് ആയിട്ടും സക്സസ്ഫുൾ ആയിട്ടും അവർ മുമ്പോട്ട് വരുന്നതും തുടർന്ന് അവരുടെ ജീവിതം ജീവിക്കുന്നതും. നമ്മളിപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ 7 വർഷം എടുത്ത് അപ്പ് തെറാപ്പി എഴുതിയിരിക്കുന്നതും. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെയൊക്കെയാണ് നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യുകയും നിങ്ങളെ ബിൽഡ് ചെയ്തെടുക്കുകയും ചെയ്യണം. ദെൻ യു ലിവ് എ വെരി ഗുഡ് ലൈഫ് ഓഫ് നമ്മുടെ ഇന്റേണൽ PHPയും എക്സ്റ്റേണൽ PHPയും ഒക്കെ ബാലൻസ് ചെയ്ത് നിങ്ങൾ ജീവിക്കും. ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ പീസ്ഫുൾ ആയിട്ടും ഹാപ്പി ആയിട്ടും പ്രോഗ്രസീവായിട്ടും ജീവിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. അതിന് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.